വർദ്ധിക്കുന്നുണ്ട്. ഇത്തവണ വിജയം SSLC പരീക്ഷയുടെ വിജയശതമാനം കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് കടക്കുമോ എന്ന ആകാംക്ഷയോടെയാണ് കേരളം ഈ ഫലപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. പറഞ്ഞു തുടങ്ങിയതല്ലേ? പരീക്ഷാ സെക്രട്ടറി സന്തോഷുണ്ട്. ജോയിന്റ് കമ്മീഷൻ 2024 മാർച്ചിലെ SSLC THSLC പരീക്ഷയുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലകളുമായി 2970 സെന്ററുകളിലായി 4,27,153 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. SSLC പ്രൈവറ്റ് വിഭാഗത്തിൽ 118 പേർ പരീക്ഷ എഴുതി. കേരളത്തിലെ 48 സെന്ററുകളിലായി 2,944 വിദ്യാർത്ഥികൾ THSLC പരീക്ഷ എഴുതി. കേരള കലാമണ്ഡലത്തിലെ 60 വിദ്യാർത്ഥികൾ AHSLC പരീക്ഷ എഴുതി. 4/3/2024 മുതൽ 25/3/2024 വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 70 ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം 3 മുതൽ 26 വരെയുള്ള 14 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ആകെ 10,863 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത്. തുടർന്ന് പ്രോസസിംഗ് നടപടികൾ പൂർത്തിയാക്കി പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലിക്കിടയിലും പരീക്ഷാ കമ്മീഷണറോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാരെയും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ, പ്രഥമ അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും അനുമോദനങ്ങൾ നേരുകയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് 4 മണി മുതൽ പരീക്ഷാഫലം
ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. വെബ്സൈറ്റിന്റെ പേര് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ളതാണ്. 4 വെബ്സൈറ്റിന്റെ പേര്. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയ ശതമാനം 99.69%. കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം 99.7 എന്നായിരുന്നു. കുറവെന്ന് പറയുന്ന ഇപ്രാവശ്യം 0.01% കുറവുണ്ട്. എല്ലാ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,831. 71,831. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,831.